കാസർഗോഡ് ദേശീയപാത 66 പോത്തിൻകൂട്ടം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നിരക്ഷാ സേനയും ചേർന്ന് പോത്തുകളെ സർവീസ് റോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ കൂടി ചേർന്നുണ്ട്. സിജു, എങ്ങനെയാണ് ഇപ്പോൾ പോത്തിൻകൂട്ടത്തെ മാറ്റാൻ സാധിച്ചോ? ഇപ്പോഴും സർവീസ് റോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണോ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, കാസർഗോഡ് ദേശീയപാത 66 കണ്ട പോത്തിൻകൂട്ടത്തെ ഇപ്പോൾ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുഗ്രാൽ പുത്തൂരിനടുത്ത് പോത്തിൻകൂട്ടം ദേശീയപാതയിലേക്ക് കയറിയത്. വാഹനങ്ങൾക്ക് അപകടമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിനിടെ ദേശീയപാത സുരക്ഷാ വിഭാഗം ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി. ഇവർ ഏറെ നേരം ശ്രമിച്ചിട്ടും ഈ പോത്തിൻകൂട്ടത്തെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നീട് അഗ്നിരക്ഷാ സേനയുടെ കൂടി സഹായം തേടി. അഗ്നിരക്ഷാ സേനയും ഈ ദേശീയപാത സുരക്ഷാ വിഭാഗവും മണിക്കൂറുകളോളം ശ്രമിച്ചാണ് ഈ പോത്തിൻകൂട്ടത്തെ ഇവിടെ നിന്ന് മാറ്റിയത്. ഈ മൊഗ്രാൽ പുത്തൂരിൽ നിന്ന് ദേശീയപാതയിൽ കയറിയ പോത്തിൻകൂട്ടത്തെ പല വഴിയിലൂടെ സർവീസ് റോഡിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിദ്യാനഗർ വരെ ഈ പോത്തിൻകൂട്ടം ദേശീയപാതയിൽ തുടർന്നു. വിദ്യാനഗറിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ശ്രമകരമായി മാറ്റുകയായിരുന്നു. ആരുടേതാണ് ഈ പോത്തുകൾ എന്ന് വ്യക്തമായിട്ടില്ല. ഉടമകളെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീനിധി. ശരി, കാസർഗോഡ് ദേശീയപാത 66 കണ്ട പോത്തിൻകൂട്ടത്തെ ഇപ്പോൾ സർവീസ് റോഡിലേക്ക് മാറ്റി എന്ന വിവരമാണ് സിജു കണ്ണൻ പങ്കുവച്ചത്.